എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് എൻ്റെ നസ്രായനായ യേശുവിനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. കർത്താവിൻ്റെ ആ ഒരു സ്നേഹം അറിയാനും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം അറിയാനും സാധിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കർത്താവ് തന്ന ഏറ്റവും വലിയൊരു കൃപയും. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ നസ്രായനായ യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും എൻ്റെ മക്കളും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ ഈ ജന്മം എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനവും എൻ്റെ നസ്രായൻ തന്നെയാണ്, കർത്താവിൻ്റെ വചനമാണ്. കാരണം ഈ ലോകത്തിലെ ഇനിയും അവരും മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ അവരും കടന്നു പോകേണ്ടവരാണ്. അപ്പോഴൊക്കെ അവരൊക്കെ സർവശക്തന്റെ തണലിൻ കീഴിലാണെന്നുള്ള ഒരു ധൈര്യം ഉറപ്പും അത് കൊടുക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരണം എൻ്റെ മക്കളോട് എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമാണ്. അത് കേട്ടിരിക്കാൻ അങ്ങനെ മക്കളെ തന്നതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ പോലും കർത്താവിൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 6:6. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും നമ്മളെ കാത്തു പരിപാലിക്കുന്ന നസ്രായനേക്കാൾ വലിയൊരു സമ്മാനം വേറെയില്ല.